എല്ലാവർക്കും നമസ്കാരം. കുറേ പേര് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ നമ്മൾ നെഗറ്റിവിറ്റി എങ്ങനെയൊക്കെ വരും എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത് പറഞ്ഞു തന്നെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി നമുക്കൊരു 4-5 ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം. വിശദമായിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം അതെനിക്ക് പറയാനായിട്ട്. അപ്പോൾ 2, 3, 4, 5 വീഡിയോസായിട്ട് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ധരിക്കുന്നതിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇതുപോലുള്ള നെഗറ്റിവിറ്റി വരാണ്ടിരിക്കാനുള്ളത്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്, ധനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളത്, ലവ് എനർജി കൂട്ടാനുള്ളത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലവിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ, അതായത് പ്രണയം അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ കുറവുള്ള ആൾക്കാർ, പലരൊക്കെ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, കണ്ടാലും ചിരിക്കില്ല, അല്ലെങ്കിൽ മയത്തിൽ സംസാരിക്കാറിയാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അതൊക്കെ നമ്മുടെ പ്ലാനറ്ററി എഫക്റ്റാണ്, ഗ്രഹത്തിൻ്റെ അവർ ഭരിക്കുന്ന ഗ്രഹത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാണ്ട് അവരുടെ കുഴപ്പമൊന്നുമല്ല. ആക്ച്വലി അത് അറിയണ സമയത്ത് നമുക്ക് അവരോട് ദേഷ്യം തോന്നില്ല. പക്ഷെ അത്തരം ആളുകൾക്ക് റോസ് കോട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റോസ് കളറിലിരിക്കണ ഒരു കല്ലാണ് അത്. അതിൻ്റെ ബ്രേസ്ലെറ്റ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഇവിടെ. അത് ധരിക്കുന്നത് നല്ലതാണ്. അത് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലവ് എനർജി കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഒരാൾ മേടിച്ച് ധരിച്ചിട്ട് അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് എന്നോട് പറഞ്ഞു. അത് ഒറിജിനൽ സാധനം വയ്ക്കണം കേട്ടോ, അതായത് നല്ല പ്യുവർ സാധനം വയ്ക്കണം. അല്ലാതെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി ധരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാൽ ഓൺലൈനിൽ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നത് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടൊക്കെ വരും, പക്ഷേ സാധനമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയി. ഒറിജിനൽ കിട്ടണമെങ്കിൽ ഇത്തിരി പണിയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇത് ഒറിജിനൽ സ്ഥലത്ത് പോയിട്ട് കളക്ട് ചെയ്തിട്ട് വാങ്ങി നിങ്ങളിലേക്ക് ചെറിയ വിലയ്ക്ക് എത്തിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് നടക്കില്ലെന്ന് പറഞ്ഞുകൂടാ. അതിനുള്ള സമയങ്ങൾ ഒത്തുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം നമുക്കത് ബ്ലസ് ചെയ്ത് ചാർജ് കയറ്റിയിട്ട് എനിക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ എൻ്റെ ഉള്ള 1-2 സംഗതികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്, എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇത് ഈ കഴുത്തി കിടന്ന ഈ സാധനം, ഇത് കണ്ട, ഇത് 108 ഒരു മാലയാണ്. അമത്തിസ്റ്റ് എന്ന് പറയും ഇതിനെ. അപ്പോൾ ഇത് എനിക്ക് വേറെ ആൾ ധരിക്കുന്ന ഒരാളിനോട് പറഞ്ഞത് അമത്തിസ്റ്റ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് വാങ്ങിയതാണ്. ഇത് വളരെ നല്ല ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പം 108 മാലയാണ്. ഇപ്പോൾ നമുക്ക് ജപിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാല ഇങ്ങനെ ജപിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ജപമാലാട്ടം വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നീളത്തിൽ നമുക്ക് ധരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പകുതിയാക്കിയിട്ട് 54-നാക്കിയിട്ട് സിൽവറിൽ കെട്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഇത് നല്ല റിസൾട്ട് എനിക്ക് തന്നിട്ടുള്ള ഒരു സാധനമാണ്. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനം തന്നെയാണ്. അതേപോലെ തന്നെ വേറൊന്നും ടൈഗർ ഐ എന്ന് പറയുന്ന സ്റ്റോണാണ്. ടൈഗർ ഐ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, എല്ലായിടത്തും ഉണ്ട്, കോമൺ ആയിട്ടുള്ള സംഭവമാണ് ടൈഗർ ഐ. ഇതും അതുപോലെ തന്നെ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് ഇപ്പം നിങ്ങളെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ, ഇത് കണ്ട, ഇതിൻ്റെ സൈസ് ഇത് 10 mm ആണ്. ഇത് 10 mm ആണ്. ഇത് നോക്കിയാൽ ചെറുതാണ്. ഇത് 8 mm ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ സൈസും കൂടി നോക്കണം. ബോഡി വെയ്റ്റ് ഉള്ളവർ സൈസ് കൂടിയത് ധരിക്കാൻ ശ്രമിക്കണം എപ്പോഴും. അപ്പോൾ 8, 10, പിന്നെ 12 എൻ്റെ കൈമൊക്കെ എടുക്കുന്നു. ഇത് കണ്ട, ഈ വലുത് ടൈഗർ ഐ ആണ്. ഇത് ടൈഗർ ഐ ആണ്. ഇത് ടൈഗർ ഐയും പിന്നെ ബ്ലാക്ക് ഒബ്സീഡിയൻ ഇതും കൂടി ചേർന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒറിജിനലാണ്, ഒറിജിനൽ സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഇട്ടിട്ട് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. കാരണം നെഗറ്റീവ് എനർജി ഒന്നും ശരീരത്തിൽ പെട്ടെന്ന് കയറി വരില്ല. അപ്പോൾ അതൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കോമ്പിനേഷൻസൊക്കെ ഓൺലൈനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എത്രത്തോളം അത് ഒറിജിനലാണെന്നുള്ളത് മാത്രമേ എനിക്ക് സംശയമുണ്ട്. പല സാധനങ്ങളും ഞാൻ പറഞ്ഞ ഓൺലൈനിൽ വാങ്ങിയിട്ട് എനിക്കത് ഡ്യൂപ്ലിക്കേറ്റാണ് കിട്ടിയത്. അത് വേറെ ഒരു പേര് ഞാൻ മറന്നുപോയി. അത് ഒരു കറുത്ത കളറുള്ളൊരു കല്ലാണ്. അത് ഇതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പക്ഷേ ഈ കല്ല് ഇതിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബോഡിയിലൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ തണുക്കും. ഇതിൻ്റെ പ്രത്യേകതയാണ്. ഒറിജിനൽ സാധനമാണോ ഇത്, ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം ഒറിജിനലാണ്. ഞാനിത് വാങ്ങിയത് എവിടെ നിന്നറിയോ, ഇത് വാങ്ങിയത് നമ്മൾ കൊല്ലൂർ മൂകാംബികയിൽ തൊഴാൻ പോയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചിത്രമൂല എന്ന് പറഞ്ഞ കടയുണ്ട്. ആ ഒരു 2 കടകളുണ്ട്.
2 ഷോപ്പുകൾ നേരെ മുമ്പിൽ തന്നെ കാണാം. അവിടെ തേങ്ങയൊക്കെ കിട്ടും, കുങ്കുമം കിട്ടും, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടയാണ്. പ്രതിമകൾ, അവിടെ ഈ സാധനമുണ്ട്. ഇത് അവിടെ നിന്ന് വാങ്ങിയത് 2 ഞാൻ വാങ്ങിയായിരുന്നു. 2400 രൂപ മറ്റോണ് എൻ്റെ വില ഒരെണ്ണത്തിന്. ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇതുപോലെ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ സിൽവറിൽ കോർത്ത് മാലയാക്കി ധരിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ മേടിക്കാം, ഒറിജിനൽ സാധനം കിട്ടും. പിന്നെ ഇത് ആ കടയിൽ തന്നെ വാങ്ങിയതാണ് ഈ സാധനം. ഇതും കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ സൈസ് ചെറുതാണ്. ഇത് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇത് ഒരു 10 mm വാങ്ങി ധരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്, ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് കിട്ടും, അതും അതുപോലെ തന്നെ നല്ല എഫക്റ്റീവാണ്. റൈറ്റ് ഹാൻഡിൽ ധരിക്കാൻ ശ്രമിക്കുക, വലത്ത് കയ്യിലിടുക. അപ്പോൾ ഇനി ഇതേപോലെ കല്ലുകൾ വേറെ ഉണ്ട് കേട്ടോ, കുറേ കല്ലുകൾ വേറെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്ന സാധനം 5 മുഖമുള്ള രുദ്രാക്ഷമാണ്. അതും ഇതുപോലെ തന്നെ നല്ല മൂത്ത രുദ്രാക്ഷം, ഒറിജിനൽ രുദ്രാക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ചിലർ ചോദിക്കും രുദ്രാക്ഷം ധരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവോ, നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്ന സമയത്ത് ഊരേണ്ട വരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു പണ്ഡിതനൊന്നുമല്ല. എനിക്ക് ആളോട് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ എനിക്കറിഞ്ഞുള്ളൂ. ഈ ഒരു സാധനം കണ്ടോ, ഇത് 35 എണ്ണമുള്ള ഒരു മാലയാണ്. ഇത് ഞാൻ ധരിക്കുന്ന ഒരു മാലയാണിത്. ഇത് നേപ്പാളിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇതിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് കയ്യിലെടുക്കുമ്പോഴും കഴുത്തിന് നമ്മളിങ്ങനെ ധരിക്കുമ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതിങ്ങനെ കഴുത്തിലേക്ക് ധരിക്കുമ്പോൾ തന്നെ ഒരു ഗുഡ് ഫീലിംഗ്, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അപ്പോൾ തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. ഇത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മഹാകാളി ഹീലിംഗ് ചെയ്യുമ്പോൾ മാത്രം ധരിക്കുന്ന സാധനമാണ്. ആ സമയത്ത് ഞാൻ കഴുത്തിലിട്ട് ഇരിക്കാറുണ്ട്, കാരണം നെഗറ്റിവിറ്റി എന്നൊക്കെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഇട്ട് കഴിഞ്ഞാൽ ഇതുവരെയും ഒരു എനർജിയുടെ പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട്. കഠിനമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് അനുസരിച്ചൊക്കെ ആണെങ്കിൽ എൻ്റെ കാര്യം ഇപ്പോൾ ഏതാണ്ട് തീരേണ്ട സമയങ്ങളൊക്കെ ആയി, മറ്റുള്ളവൻ്റെ കർമ്മങ്ങളിലൊക്കെ കയറിയിട്ടുള്ള നമ്മൾ കളിക്കുന്നത്. പക്ഷേ ദേവിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്, ദേവി നമ്മുടെ സഹായിക്കാൻ ഇപ്പുറത്തിരിക്കണോണ്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ലെന്ന് പറയാനില്ല, വന്നിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ അപകടത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇനി നാളെ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ധരിക്കാം. ഇത് പക്ഷേ നമുക്ക് ഇട്ടിട്ട് നടക്കാൻ പറ്റില്ല. ഇത് ഇട്ടിട്ട് നമ്മൾ ആൾക്കാർ സാമി എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചു കളയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പേര് കൂട്ടി വിളിക്കും. അതുകൊണ്ട് അത് ഇത്രയും വലിപ്പമുള്ള വേണ്ട, നിങ്ങൾക്ക് ചെറിയ ബീഡുകൾ കിട്ടും. ഇതിൻ്റെ തന്നെ കുഞ്ഞത്, അത് ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ സാധനം കിട്ടും. 5 മുഖത്തിൻ്റെ. ചിലരുടെയൊക്കെ ഭയങ്കര പൈസയൊക്കെ നമ്മുടെ നിന്ന് മേടിക്കും. പക്ഷേ 200 രൂപ വരും. അത് മുകളിൽ 200 രൂപ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. അത് ഏതെങ്കിലുമൊക്കെ അമ്പലങ്ങളിൽ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും. അത് ഒറിജിനലിൽ നോക്കിയിട്ട് മേടിക്കുക. ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റും കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അറിയാം. ഇതിങ്ങനെ കൈ പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, എനർജി ഇങ്ങനെ ഫീൽ ചെയ്യും. ഒരിക്കലും ഈ രുദ്രാക്ഷത്തിന് നെഗറ്റിവിറ്റി വരില്ല. അതാണ് എൻ്റെ പ്രത്യേകത. എൻ്റെ ഒരു അറിവാണ്, ഇതിലൊരിക്കലും നെഗറ്റിവിറ്റി വരാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കയ്യിൽ വേറെ ഉണ്ട് സൈസ്, ചെറിയ സൈസൊക്കെ ഇവിടെ അലമാരയിൽ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യമൊക്കെ ധരിക്കുമായിരുന്നു. പിന്നെ എല്ലാം കൂടെയൊക്കെ ധരിച്ച് നടക്കുമ്പോൾ ആളുകൾക്ക് എന്നെ കാണുമ്പോൾ ഒരു വല്ലാത്ത നോട്ടമൊക്കെ നോക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ പലതൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് പൊട്ട് പോലും തൊടാണ്ടാണ് നടക്കുന്നത്. മറ്റേ ചുവന്ന പൊട്ടൊക്കെ തൊട്ട് നടക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ഒഴിവാക്കിയിടും. കാരണം സിമ്പിളായിട്ട് നമ്മൾ സാധാരണക്കാരാണ് നടക്കുക. അല്ലെങ്കിൽ ആളുകൾക്ക് കാണുമ്പോൾ ഒരു പുച്ഛവും പരിഹാസമൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ ചുമ്മാ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനതൊന്നും ധരിക്കാത്തത്. ഇത് തന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇരിക്കാറൊന്നുമില്ല. ഇങ്ങനെ പുറത്തേക്ക് വന്നതാണ്. ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം പുറത്തേക്ക് ഇട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പഞ്ചമുഖത്തിൻ്റെ ചെറിയ ബീഡ്സിൻ്റെ നിങ്ങൾ മേടിക്കുക, ഒറിജിനൽ മേടിക്കുക, അത് ധരിക്കുക. അത് പെർമനൻ്റായിട്ട് നിങ്ങൾക്ക് കഴുത്തിലിടാം. കുളിക്കുമ്പോൾ പോലും ഉരണ്ട. അത് എന്താ പറയുക, അതങ്ങനെ ശരീരത്തിൽ കിടന്ന് ശരിയാവേണ്ടതാണ്. അത് ഒറിജിനൽ വാങ്ങാനായിട്ട് ശ്രമിക്കണം. പിന്നെ രുദ്രാക്ഷത്തിൻ്റെ മുഖങ്ങൾ പഞ്ചമുഖം, അങ്ങനെ 2 മുഖം 3 മുഖം, അങ്ങനെ 12 17 ഉണ്ട്. ഇതൊക്കെ ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. ഇത് നിങ്ങൾ പറ്റിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുള്ളൊരു മേഖലയാണ് രുദ്രാക്ഷ പരിപാടി. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ജെന്യുവനായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മേടിക്കുക. ഒരു ഭീമമായ എമൗണ്ടൊക്കെ നിങ്ങളുടെ നിന്ന് ആവശ്യപ്പെട്ട് നിങ്ങളെ ചിലപ്പോൾ പറ്റിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഞാനും അങ്ങനെ ഒരു എണ്ണം മേടിച്ച് പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഞാൻ ഒരു സാധനം ഞാൻ വാങ്ങി, അത് ഇവിടെ ഇരിപ്പുണ്ട്, നോക്കിയിട്ട് കാണില്ല. ഏകമുഖം എന്ന് പറഞ്ഞിട്ട് ഒരു രുദ്രാക്ഷം ഞാൻ നേപ്പാളിൽ പോയി വാടുന്ന കടയിൽ നിന്ന് വാങ്ങി. അത് പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. അത് മാർവാഡീസിൻ്റെ ഒരു ഷോപ്പാണ്.
അപ്പോൾ അവർ ഭയങ്കര വാചകോടിയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഹിന്ദി അറിയാവുന്നതിൻ്റെ പേരിൽ അവരെന്നെ ബാങ്ക് പിടിച്ചു. അങ്ങനെ ഹിന്ദിയിൽ എന്നെ പറഞ്ഞ് ബ്രെയിൻ വാഷൊക്കെ ചെയ്ത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തോ ഒരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് 3500 രൂപ കൊടുത്തിട്ട് സാധനം വാങ്ങി. അപ്പോൾ എനിക്ക് അറിയാം അതിന് 3500 അല്ല എൻ്റെ വില, അതിന് ഒറിജിനലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയുണ്ട്. അങ്ങനെ അത് വാങ്ങി. പക്ഷേ ഞാനതിപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. അതെൻ്റെ കഴുത്തിലിടാൻ തോന്നിയിട്ടില്ല. ഇപ്പോഴും അവിടെ വെറുതെ വെച്ചാൽ ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നേനെ. അപ്പോൾ അത് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മേടിക്കുക. രുദ്രാക്ഷത്തിൻ്റെ ഒരുപാട് ഭയങ്കര ബിസിനസ് നടക്കുന്ന ഒരു സംഭവമാണ് രുദ്രാക്ഷം. രുദ്രാക്ഷം ചെയ്യുന്ന കുറേ ആളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. രുദ്രാക്ഷം ചെയ്യുന്ന ഒരാൾ, അയാൾ നന്നായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂട കേട്ടോ അതിനെപ്പറ്റി പറയാനായിട്ട്. രുദ്രാക്ഷ തെറാപ്പി എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതൊന്നിലേക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ ഈ പഞ്ചമുഖത്തിൻ്റെ രുദ്രാക്ഷം മേടിച്ച് ധരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാനത് കാലങ്ങളായിട്ട് കഴുത്തിലിട്ടുകൊണ്ടിരുന്ന സാധനമാണ് രുദ്രാക്ഷം. ഇപ്പോഴാണ് ഞാനത് മാറ്റിയത്. അപ്പോൾ ഇതേപോലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് അനുയോജ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചിട്ട് അത് ധരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു ആശ്വാസം കിട്ടും. എന്ന് വെച്ചിട്ട് ഇതൊക്കെ ധരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് നെഗറ്റീവിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട, നടക്കില്ല. കാരണം ഇതൊന്നും കൂസാക്കാത്ത ശക്തികളുണ്ട്. അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അതേപോലെ ശക്തികളുണ്ട്, നെഗറ്റീവ് എനർജീസ്. അവർ വന്നു കഴിഞ്ഞാൽ അവരവരെ പണി നടത്തി പോകും. അതായത് അറ്റാക്ക് ചെയ്യുന്ന അറ്റാക്ക് ചെയ്യുന്ന നമ്മളാണ്, അതിൽ സംശയം വേണ്ട. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ധൈര്യമാണ്, അല്ലെങ്കിൽ മനോബലമാണ് വേണ്ടത്. നിങ്ങളുടെ ജപത്തിൻ്റേതായിട്ടുള്ള ബലങ്ങൾ, സാധനയുടെ ബലങ്ങൾ, അതിൻ്റെ മുകളിലല്ല ഇതൊന്നും. അതാണ് ഹയർ. അപ്പോൾ അതിൽ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും വരില്ല, ഇതൊന്നും വേണ്ട. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിൻ്റേതായിട്ടൊരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹീൽ ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ കഴുത്തേക്ക് ഇടുമ്പോൾ തന്നെ എനിക്ക് ഞാൻ പ്രൊട്ടക്ഷനിലേക്ക് വന്നു കഴിഞ്ഞു, ഞാൻ പ്രൊട്ടക്റ്റഡ് ആയി എന്നുള്ള ഫീൽ ഇപ്പോൾ എനിക്ക് ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ. അപ്പോൾ ഇതിടുമ്പോൾ അതായി കഴിഞ്ഞ്. അപ്പോൾ ഈ രുദ്രാക്ഷത്തിന് പവർ ഉണ്ടില്ലെന്നല്ല, പക്ഷേ എന്നിരുന്നാലും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സയൻസ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനുയോജ്യമായ സാധനങ്ങൾ നിങ്ങൾ വാങ്ങി ധരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.